ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കോൺ സമൂസേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് ഇന്ന് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്നാക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവാള ചോപ്പ് ചെയ്തത്, ചിക്കൻ വേവിച്ച് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, മല്ലിയില, പുതിന. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സോട്ടായി വരണം. ഇപ്പോൾ ഇത് ഏകദേശം സോട്ടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്, ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വഴന്ന് വരാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്യണം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ നോർമൽ ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് കൊണ്ടോ ഫിഷ് കൊണ്ടോ പിന്നെ എന്തെങ്കിലും മധുരത്തിൻ്റെ ഫില്ലിങ്ങോ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ബ്രെഡ് കോൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ബ്രെഡ് സ്ലൈസസ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അരിക് കളയണം. ഈ അരിക് കൊണ്ട് നമുക്ക് പിന്നീട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഒരു റോളിംഗ് പിന്ന് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ.
ഇതാ ഇതേപോലെ നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം. ഇനി ബാക്കിയുള്ള ബ്രെഡ് കൊണ്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ബ്രെഡൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് കോൺ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഈ മൈദയും വെള്ളവും കൊണ്ട് ഉണ്ടാക്കിയ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് നമ്മൾ കോണാക്കി മടക്കി കൊണ്ടുവരാം. ഈ മൈദയുടെ പേസ്റ്റ് നമ്മളൊരു ഗമ്മായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ കോണായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കോണിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് നിറച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയുടെ പേസ്റ്റ് ഒന്ന് എൻഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കോണിൻ്റെ രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ ഒരു കോണ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് കൊണ്ട് നമുക്ക് കോണ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള ബ്രെഡ് തന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കണം. എന്നാലേ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇനി ഈ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ ഓരോ ബ്രെഡ് കോണും ഇട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതാ ഒരു ബ്രെഡ് കോൺ സമൂസ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ബ്രെഡ് കോൺ സമൂസയും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം.
ഇനി ഈ ബ്രെഡ് കോൺ സമൂസ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് കോൺ സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഈവനായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് സ്ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് കോൺ സമൂസയും കൂടി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കോൺ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ എന്നെ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. And thanks for watching my video. Please like, comment and subscribe my channel.